നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണന്റെ വിളി. എന്താണ് പ്രത്യേകിച്ച്? രഘുവിന്റെ വിവരങ്ങൾ അറിയാനായിരിക്കുമല്ലേ? അതെ, രഘു പണം കൊടുക്കാനുള്ള പാർട്ടിയെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ വേണ്ടിയാ ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് പോയി താമസിച്ചത്. പക്ഷെ അത് നടന്നില്ല അണ്ണ. പിന്നെ വീട് വെക്കുന്ന കാര്യം എന്തായി? ഇതുവരെ ഒന്നും ആയിട്ടില്ല. വില അല്പം കുറഞ്ഞാലും എത്രയും വേഗം ഇത് വിറ്റ് കടങ്ങളൊക്കെ വീട്ടണമെന്നുണ്ട്. അതാ നല്ലത്. ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. നാളെ തന്നെ നമുക്കൊരു പാർട്ടിയെ കണ്ടുപിടിക്കാണ്. ദാസെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? തിരുവനന്തപുരം പാർട്ടി ദാസന്റെ മേൽ പിടിമുറുക്കൂ. അതെ അണ്ണ. അത് മാത്രമല്ല, വേറൊരു പാർട്ടിക്ക് അണ്ണനെ ജാമ്യം നിന്നിട്ടില്ലേ? താമസിയാതെ അവര് അണ്ണനെ പിടികൂടും. അതിനു മുമ്പ് എന്തെങ്കിലും പരിഹാരം കാണുന്നതല്ലേ നല്ലത്? ശരിയാ. ഇല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലോ? അല്ലേ? ഏയ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അല്ല, ഈ നിങ്ങളെന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്റെ അടുത്ത് നിങ്ങളിങ്ങനെ അല്ലായിരുന്നല്ലോ. മക്കളെ ഉറങ്ങിയോ ചീരു? അതെ അങ്കിൾ, അവരുറങ്ങി. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, ഭയങ്കര ചൂട്. ഇത് കണ്ട. അങ്കിളെ, രഘുവേട്ടൻ പോയിട്ട് ഇതുവരെ ഞങ്ങൾ ആരെയും ഒന്നും വിളിച്ചതുപോലും ഇല്ലല്ലോ. എല്ലാവർക്കും രഘു വിളിക്കാൻ തന്നെ വിഷമല്ലേ? വിഷമിക്കണ്ട അമ്മളി. ഞങ്ങൾ ദിവസവും നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെയാ രഘുവേട്ടനും അങ്കിളും നേരി കാണുന്നത്? രഘുവേട്ടൻ ദുബായിലും അങ്കിൾ ഇവിടെയല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അത് പിന്നെ ഞങ്ങൾ ദിവസവും വീഡിയോ കോളിൽ സംസാരിക്കാറുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അണ്ണാ, 2-3 ദിവസത്തിനകം രഘുവിന് കമ്പനി ഫോൺ കൊടുക്കും. പിന്നെ ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും അവനവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ടും വിളിക്കാം. നല്ല കാര്യമായി. അതെങ്ങനെയാ ദാസ്? ജയിലില് ഫോൺ ഉപയോഗിക്കാൻ പാടുണ്ടോ? എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ചേച്ചി, ഞങ്ങളെല്ലാം അറിഞ്ഞു അങ്കിൾ. രഘുവേട്ടൻ ജയിലിലായ കാര്യം ഞങ്ങൾ അറിഞ്ഞു. കേട്ടതൊക്കെ സത്യമായിരിക്കരുത് എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും ഇതുവരെ. പക്ഷേ ഇപ്പൊ എനിക്ക് എന്റെ മക്കൾക്ക് മനസ്സിലായി, രഘു ദുബായിലാണെന്ന് വിശ്വസിപ്പിച്ച് നീ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നു. അങ്ങനെ പറയല്ല അണ്ണ. രഘുവിന്റെ അവസ്ഥ അറിഞ്ഞ് അണ്ണനും മക്കളും തകർന്നു പോകരുതെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ.
രഘു ആഗ്രഹിച്ചതും അത് തന്നെ. നിങ്ങൾ വേദനിക്കുന്ന രീതി മാത്രമാണ് ഞാനും അവനും അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എത്ര കാലം ഞങ്ങളിൽ നിന്ന് നിനക്കത് മറച്ചു വെക്കാൻ പറ്റും? ഇതുവരെ രഘു വിളിക്കാതിരുന്നിട്ടും ഞങ്ങളൊക്കെ സമാധാനത്തോടെ കഴിഞ്ഞത് നിന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്താ. ഇനി നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ദാസ്? എന്തിനാങ്കൾ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? രഘുവേട്ടൻ ജയിലിൽ കിടക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടു ഉറങ്ങി കഴിയായിരുന്നു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ അവസരമല്ലേ അങ്കിൾ ഇല്ലാതാക്കിയത്? എന്റെ മോളെ അമ്പിളി, ഇത്രയും ദിവസമായില്ല അങ്കിളെ. പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും അച്ഛനെങ്കിലും ഒരു സൂചന കൊടുക്കായിരുന്നു. അങ്ങനെ ഞാൻ ആലോചിച്ച മോളെ. അതിനിടയിലാണ് മഞ്ചാരുടെ പ്രശ്നം ഉണ്ടായത്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഇടുത്തി പോലെ ഈ കുടുംബത്തിന്റെ മേൽ വീഴരുന്ന ഞാൻ ആഗ്രഹിച്ചത്. എന്നായാലും ഞങ്ങളത് അനുഭവിക്കേണ്ടത് തന്നെയല്ലേ അങ്കിളെ? പുറത്തെവിടെ അല്ലല്ലോ, കേരളത്തിലെ ജയിലിൽ തന്നെയല്ലേ രഘുവേട്ടനുള്ളത്. ആ വിവരം ഞങ്ങളുടെ കാതിലെത്താൻ അധികം സമയം വേണ്ടി വരില്ലെന്ന് അങ്കിളിന് ഊഹിക്കാവുന്ന കാര്യമല്ലേ? അതൊക്കെ ഊഹിച്ചും കണക്കൂട്ടി തന്നെ ഞാൻ നീങ്ങിയത്. എത്രയും പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും 15 ലക്ഷം രൂപ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് രഘുവിനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാനായിരുന്നു എന്റെ പ്ലാൻ. പണം കൊടുത്ത കേസ് രാജിയാക്കാന്ന് അവന്മാർ എന്നോട് സമ്മതിക്കുകയും ചെയ്ത. ഇത്രയും സമയത്തിനകം ഈ 15 ലക്ഷം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. അണ്ണന്റെ ദാസിന് പണ്ടത്തെ സാമ്പത്തിക അടിത്തറയൊന്നും തൽക്കാലം ഇല്ല. ഓർക്കാപ്പുറത്ത് സംഭവിച്ചുകൊണ്ട് പറ്റിയതാ. അല്ലെങ്കിൽ രഘുവിനും ഈ കുടുംബത്തിനും ഇങ്ങനൊരു അവസ്ഥ വരാൻ ദാസ് സമ്മതിക്കുമെന്ന് അണ്ണന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല ദാസ്. പെട്ടെന്നുണ്ടായ സങ്കടത്തിൽ ഞാനും എന്റെ മക്കളും എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ ക്ഷമിക്കേ. ശരിക്കും രഘുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? പണം കൊടുക്കാനുള്ള കമ്പനിയുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുമെന്ന് പറഞ്ഞല്ലേ നീ രഘുവിനെയും കൊണ്ട് ഇവിടുന്ന് പോയത്? അതെ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ പ്രകാരം അവര് ഹോട്ടൽ മുറിയിൽ വരികയും ഞങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ രാവിലെ സംസാരിക്കാതെ പറഞ്ഞു പോയ അവര് പിന്നീട് വന്നേയില്ല. രഘുവിന്റെ ഫ്ലൈറ്റിന് ടൈമായപ്പോ ഞങ്ങൾ ഇറങ്ങി. താനാണോ രഘു? അതെ സർ. എന്താ സർ? ജോലിയെന്നും പറഞ്ഞ ആളുകളെ പറ്റിച്ച് മുങ്ങുന്നത് ശരിയാണോ? പറ്റിച്ചെന്നോ? ചെക്ക് കൊടുത്ത് വഞ്ചിച്ചെന്ന കേസ്. എന്താ സർ? ജാമ്യമില്ലാത്ത വകുപ്പാ. ഏതായാലും ഇവനെ ഞങ്ങളങ്ങ് കൊണ്ടുപോവുക. ഒരു മനസ്സാക്ഷിയില്ലാത്ത നീക്കമായിരുന്നു അവരുടേത്. ചിലപ്പോ വലിയ കമ്പനികളൊക്കെ ഇങ്ങനെയായിരിക്കാം, നമ്മളെ പോലെ ആവണമെന്നില്ലല്ലോ. രഘു ഇപ്പൊ പറയുന്നത് ആ പണം കൊടുക്കണ്ട, അവൻ ശിക്ഷ അനുഭവിച്ചോളാന്ന്. അങ്ങനെ ഒന്നും ചിന്തിക്കേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. സത്യം പറഞ്ഞാൽ അവനോട് സംസാരിച്ച് അണ്ണനോട് എല്ലാം തുറന്നു പറയാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങളെ വിഡ്ഢിയാക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല എന്റെ അണ്ണ. അങ്ങനെ വിചാരിക്കാൻ അണ്ണന്റെ ദാസിനെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അത് വിട് ദാസ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എത്രയും വേഗം രഘുവിനെ പുറത്തിറക്കണം. അതിനുള്ള പണം ഈ വീട് വിറ്റിട്ട് തന്നെ ഉണ്ടാക്കണം. ഇനി നമുക്ക് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാം. മോളെ അമ്പിളി, കണ്ണു തുടയ്ക്ക. ഇങ്ങനെ കരയല്ലേ. രഘു പോകുന്നത് നമുക്കും നമ്മളെ വിട്ടുപോകാൻ രഘുവിനും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവന്റെ യാത്ര മുടങ്ങിയതെന്ന് നമുക്ക് കരുതാം. പിന്നെ
കൊലക്കുറ്റത്തിനൊന്നും അല്ലോ മോളെ രഘു ജയിലിലേക്ക് പോയത്. എത്രയും വേഗം പണം കൊടുത്ത് നിന്റെ രഘുവിനെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അമ്പിളി, ചേച്ചി നമുക്ക് രഘുവിനെ കൊണ്ടുവരാം. വിഷമിക്കാതെ ചേച്ചി കരയല്ലേ.